നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രശേഷിപ്പുകൾക്ക് കാവലായി നൂറ്റാണ്ടിലേക്ക് അടുക്കുന്ന രാമത്താൾ. അഗളി നെല്ലിപ്പതിയിലെ സ്വന്തം പുരയിടത്തിലെ വീരക്കല്ലുകളും നന്നങ്ങാടിയുമാണ് 93-കാരി രാമത്താൾ നിധി പോലെ കാത്തുസൂക്ഷിക്കുന്നത്. അരനൂറ്റാണ്ട് മുമ്പാണ് രാമത്താളും ഭർത്താവ് വെള്ളബോയനും ഇവിടെ സ്ഥലം വാങ്ങിയത്. പവന് 100 രൂപ വിലയുണ്ടായിരുന്ന കാലത്ത് 4 പവന്റെ മാല വിറ്റായിരുന്നു 3 ഏക്കർ 30 സെന്റ് സ്ഥലം വാങ്ങിയതെന്ന് രാമത്താൾ ഓർക്കുന്നു. ഈ സ്ഥലം ഞങ്ങൾ മേടിക്കുമ്പോൾ ആ കാലത്ത് ഇതൊരു 50 കൊല്ലം ഞങ്ങൾ വാങ്ങി. അപ്പെല്ലാം ആരുമില്ല, തമിഴ്നാടിലോ മലയാളമോ ഇത് ആരുമില്ല, കാരണം ഈ ആദിവാസിയില്ല. അപ്പം ഇതെല്ലാം വെട്ടി തെളിച്ച് வரும்போது ഇവിടെ இது அப்படியே இருந்து சத்தினா அது பெரிய மரம் ஒன்று வக்கண மரம். வக்கண மரத்தில் ഈ 4 പവന് ഷൈനും കഴുത്തിൽ പോയിട്ടുണ്ട്. അപ്പം 100 രൂപ ഒരു പവനും. ആ പവൻ കൊണ്ടുപോയി പാലക്കാട്ടിൽ. അപ്പം പുതുസ് ഞങ്ങൾ ആർക്കും അറിമൊന്നുമില്ല. അപ്പം அதை கொண்டு போய் கட்டணுமே விற்று போட்டு 100 ரூபாய்க்கு விற்று போட்டு பவுன் 100 ரூபா விற்று போட்டு இது மேடிச்சு. அப்போ இது என்ன அப்படின்னு சொல்லும்போது கெனாவில் சொல்லிச்சு, நாங்கள் ஆள் கும்பிட்றதில்லை, எங்களுக்கு தினி எண்ணெய் ஊற்றின்னு எண்ணெய் போல் ஒரு கிழவி எண்ணெய் வச்சு எண்ணெய் ஊற்றி கும்பிட்டுட்டு வந்தது தான் நாங்களும் அந்த காலத்தில். ஒரு அமாவாசைக்கு தான் கும்பிடு நாங்களும் சாமி. ஏதோ ஒரு நாளைக்கு நல்ல நாள் ஓசனை வந்தால் கும்பிட்டு நாங்கள் வச்சு கொண்டாடி இருந்தோம். அதுவும் 10 பவுன் வரைக்கும் அப்படியே இருக்குதுங்க. 10 போய் 14 கொல்லம் ஆகி. அப்போது இது அப்படியே கொண்டுட்டு வரையில் இப்படி யாரும் இல்லை அப்படின்னு வண்ணார்காட்டில் போய் ரிக்கர்டு பண்ணிட்டு வந்தோம். 2 பேர் 10 பேர் எழுதிட்டு போட்டு அப்புறம் எங்களுக்கு ஒன்றும் കാടുവെട്ടി വെടിപ്പാക്കിയപ്പോൾ വീരക്കല്ലുകൾ കണ്ടു. നിലമുഴുതപ്പോൾ വലിയ നന്നങ്ങാടികളും ശ്രദ്ധയിൽപ്പെട്ടു. ചരിത്രശേഷിപ്പുകളാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും അന്നുമുതൽ സംരക്ഷിക്കുന്നു. 14 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു. മകൾ വിവാഹിതയായി. മകനും മരുമകളും പേരക്കുട്ടികളും ഒത്താണ് താമസം. അമാവാസിക്കും വിശേഷ ദിവസങ്ങളിലും വീരക്കല്ലുകൾക്കരികിൽ എണ്ണത്തിരി കത്തിക്കും. മരിക്കുന്നതുവരെ അത് തുടരുമെന്ന് രാമത്താൾ പറഞ്ഞു. അട്ടപ്പാടിയുടെ പൗരാണികതയിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രശേഷിപ്പുകൾ ഗവേഷകൻ ഡോക്ടർ AD മണികണ്ഠൻ, ചരിത്രാന്വേഷി മാണി പറമ്പേട്ട് എന്നിവരാണ് തിരിച്ചറിഞ്ഞത്. ഏകദേശം 300 മുതൽ 400 വർഷം വരെ പഴക്കം കരുതാവുന്നതാണ് വീരക്കല്ലുകൾ. ഏകദേശം മധ്യകാലഘട്ടത്തിലെ ഇതാണെന്ന് സംശയിക്കുന്നു. ഇത് നെല്ലിപ്പതി ഊര്, ഇതിൻ്റെ അരികത്തുകൂടിയാണ് ശിരുവാണിപ്പുഴ ഒഴുകുന്നത്. കൂടാതെ ഈ ഭാഗത്തു നിന്നും നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോലുള്ള പോട്ടറികൾ, നന്നങ്ങാടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം പഴയ ഒരു ശിരുവാണി സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി ആഴത്തിലുള്ള അന്വേഷണങ്ങൾ ആർക്കിയോളജി വകുപ്പും ബന്ധപ്പെട്ടവരും നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ തന്നെ പ്രാചീന സംസ്കാരമായി കരുതാവുന്ന ശിരുവാണി സംസ്കൃതിയുടെ ചരിത്രാവശിഷ്ടങ്ങളാണ് ഇവയെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. വീരക്കല്ലുകൾക്ക് ഏകദേശം 300 മുതൽ 400 വർഷം വരെ പഴക്കമുണ്ടാകും. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോർട്ടറികൾക്ക് സംഘകാലത്തോളം പഴക്കമുണ്ടെന്നാണ് സൂചന. BC 500 മുതൽ AD 500 വരെയുള്ള കാലഘട്ടത്തെയാണ് പൊതുവിൽ സംഘകാലഘട്ടമായി കണക്കാക്കുന്നത്. നേരത്തെ ഡോക്ടർ AD മണികണ്ഠന്റെ പഠനങ്ങളിൽ 1000 വർഷം മുൻപുണ്ടായിരുന്ന നാഗരികതയുടെ തെളിവുകൾ കിഴക്കൻ അട്ടപ്പാടിയിൽ കണ്ടെത്തിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.